بسم الله الرحمن الرحيم الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد اللهم اغفر لنا وارحمنا ولوالدينا لمشايخنا لأساتذتنا ولجميع المسلمين ولمصنف هذا الكتاب ولمحشيه وانفعنا بهم بعلومهم وأسرارهم اللهم بارك في قلوبنا في خدماتنا في تعلمنا في تعليمنا وتقبل جميع أعمالنا. നിസ്കാരത്തിന്റെ ഫർളുകൾ രണ്ടെണ്ണം ഞാൻ പറഞ്ഞു. ഒന്ന് നിയ്യത്ത് ചെയ്യണം, രണ്ട് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലണം. അതിന്റെ പൂർണ്ണമായ രീതികളും ശൈലികളും രൂപങ്ങളും ഒക്കെ പറഞ്ഞു. വസാലിസുഹ ഫർളുകളിൽ മൂന്നാമത്തത് ഖിയാമു ഖാദിരിൻ കഴിവുള്ളവർ നിൽക്കുക, അലൈഹി നിൽക്കലിന്റെ മേലിൽ കഴിവുള്ളവർ നിൽക്കുക, ബിനഫ്സിഹി സ്വയം, ഔബിഗൈരിഹി അല്ലെങ്കിൽ മറ്റൊരാൾ മുഖേന. അപ്പൊ സ്വന്തമായി കഴിയില്ലെങ്കിൽ മറ്റൊരാൾ താങ്ങിയിട്ടെങ്കിലും കഴിയുന്നെങ്കിൽ അങ്ങനെ ചെയ്യണം. അല്ലാതെ ചിലരിന്ന് ഫുള്ള് ഇരുത്താ, ചെറിയൊരു ഊരവേദന ഉണ്ട് പറയുമ്പോത്തിന് ഇരിക്കുക, അങ്ങനെ കസാലിയിലൊക്കെ ആയിട്ട്. അങ്ങനെയല്ല. ഫർള് നിസ്കാരത്തില് സ്വന്തമായ ഇനി മറ്റൊരാളൊന്ന് പിടിച്ചെടുത്താലും നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെയോ ഔബിഗൈരിഹി വേറൊരു വസ്തു ഉപയോഗിച്ചോ എന്തോ ആകാം. അപ്പൊ സ്വന്തമോ മറ്റൊന്ന് മുഖേനയോ നിൽക്കാൻ കഴിവുള്ളവർ നിൽക്കുക തന്നെ വേണം. അത് ഫർളാണ്. ഫർള് നിസ്കാരത്തിൽ ഫർളാണ്. ഫി ഫർളിൻ ഫർള് നിസ്കാരങ്ങളാണെങ്കിൽ, സുന്നത്ത് നിസ്കാരമാണെങ്കിൽ ഒക്കെ ഇരിക്കണം, ഇരുന്നോട്ടെ. ഫർള് നിസ്കാരത്തില് കഴിവിന്റെ പരമാവധി നിൽക്കണം. ചിലര് നടന്നു കേട്ട് വരും, കേട്ടാണ്ട് ഇരിക്കും, ഇങ്ങോട്ട് നിസ്കരിക്കും. വലോ മന്ദൂറൻ, അത് നേർച്ചയാക്കപ്പെട്ട ഫർളാണെങ്കിലും ശരി, അതും ഫർള് തന്നെയാണ്. 5 വക്ത് ഫർള് അല്ലാത്ത വല്ല നേർച്ചകളുള്ള നിസ്കാരാണെങ്കിലും ശരി. ഔ മുആദൻ, അല്ലെങ്കിൽ മടക്കി നിസ്കരിക്കുകയാണെങ്കിലും ശരി. ഇപ്പൊ ളുഹ്ർ നിസ്കാരം ഒരു വട്ടം നിസ്കരിച്ചാല് രണ്ടാമത് ജമാഅത്ത് ആയിട്ടാണെങ്കിൽ രണ്ടാമതും മടക്കി നിസ്കരിക്കാം. ജമാഅത്തോട് കൂടെ രണ്ടാമത്തെ നിസ്കാരം ജമാഅത്താവണം. ആദ്യത്തെ നിസ്കാരം ജമാഅത്തോട് കൂടെ ആവട്ടെ, അല്ലാതെ ആവട്ടെ നിസ്കരിച്ചത്. ആദ്യ ജമാഅത്തോട് കൂടെ തന്നെ നിസ്കരിച്ചാലും അല്ലാതെ ഒറ്റയ്ക്ക് നിസ്കരിക്കാം. രണ്ടാമതും ഒന്നും കൂടി മടക്കി നിസ്കരിക്കുക. ഏത് നിസ്കാരം 5 വക്ത് ഫർള് നിസ്കാരം രണ്ടാമത് നിസ്കരിക്കുക. പക്ഷെ രണ്ടാമത്തത് ജമാഅത്താവണം നിബന്ധനയുണ്ട്. അങ്ങനെയുള്ള മുആദൻ മടക്കി നിസ്കരിക്കുന്ന നിസ്കാരാണെങ്കിലും ശരി, നിന്നിട്ടേ നിസ്കരിക്കാൻ പാടുള്ളൂ. വയഹ്സുലുൽ ഖിയാമു, നൃത്തം ലഭിക്കും, ബിനസ്ബി ഫഖാരി ലഹിരിഹി, അവന്റെ മുതുകിന്റെ എല്ലിനെ നാട്ടിവെക്കൽ കൊണ്ട്. വയഹ്സുലുൽ ഖിയാമു, നൃത്തം ലഭിക്കും, എന്തുകൊണ്ട്? ബിനസ്ബി ഫഖാരി ലഹിരിഹി, അവന്റെ മുതുകിന്റെ, മുതുക് അറിഞ്ഞാല് അവന്റെ ഊരന്റെ ഭാഗം, അതിന്റെ എല്ല് നാട്ടൽ കൊണ്ട്, എല്ല് വളയാതിരിക്കാന്ന്. അല്ലെങ്കിൽ പിന്നെ കുനിക്കലല്ല, അതിന് നൃത്തമെന്നറിയില്ല. ഫഖാരി അറിഞ്ഞ ഇളാമിഹി, മുതുകിന്റെ എല്ല്. അല്ലത്ത് എങ്ങനെയുള്ള ഹിയ മഫാസിലുഹു, അത് അവന്റെ കെണുപ്പാണ്, കെണുപ്പുകളാണ്. വലോ ബിസ്തിനാദിൻ ഇലാ ഷൈഇൻ, അതൊരു വസ്തുവിലേക്ക് ചാരിക്കൊണ്ടായാലും കുഴപ്പമില്ല. ഒരു വസ്തുവിലേക്ക് ചാരി നിന്നാലും ശരിയും, വസ്തുവിലേക്ക് ചാരിക്കൊണ്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നാട്ടി നിൽക്കണം. ഏത് സ്ഥിതിയിലുള്ള വസ്തു? ബിഹൈസ്, ഒരു സ്ഥിതിയിലുള്ള. ലൗസാല, വസ്തു അവിടുന്ന് നീങ്ങിയാൽ ലസഖത്ത, ഇവനങ്ങ് വീഴും. അങ്ങനെയുള്ള വസ്തുവിലേക്കൊക്കെ ചാരിക്കാണ്ടാണെങ്കിലും നിന്നാലും മതി. നിൽക്കണീന് കുഴപ്പമൊന്നുമില്ല, നിന്നാ മതി. വയുക്റഹു, കറാഹത്താക്കപ്പെടും അൽ ഇസ്തിനാദ്, ഇങ്ങനെ മറ്റൊരു വസ്തുവിലേക്ക് ചാരി നിൽക്കലൊക്കെ കറാഹത്ത. ചാരി നിൽക്കണേന് കുഴപ്പമില്ല, കറാഹത്ത. ലാബിൻഹിനാഇൻ, കുനിയലോട് കൂടെ നിൽക്കരുത്, കുനിഞ്ഞിക്കാണ്ട് നിൽക്കാൻ പാടില്ല. എപ്പോൾ പാടില്ല? എത്ര കുനിയാൻ പാടില്ല? ഇൻകാൻ, അവനായാൽ, അഖറബ, അവനായി, അഖറബ ഏറ്റവും അടുത്തതായി, ഇല അഖല്ലി റുക്കോയി, ചുരുങ്ങിയ റുക്കോയിലേക്ക്, റുക്കോയിൽ നിന്നുള്ള ചുരുങ്ങിയ റുക്കോയിലേക്ക് അടുത്തതായ നിലക്ക് കുനിയാൻ പാടില്ല. അപ്പൊ റുക്കോയ്ക്ക് എത്തിയിട്ടില്ല, പക്ഷെ റുക്കോയിനോടാണ് അടുപ്പം. നൃത്തത്തിന്റെയും റുക്കോയിന്റെയും ഇടയിലാണ് അവനുള്ളത്, കുനിച്ചില്. ആ കുനിച്ചില് അതിന്റെ പകുതിയിലെത്തിക്കുന്നു. നൃത്തത്തിന്റെ റുക്കോയിന്റെ ഏറ്റവും ചുരുങ്ങിയ റുക്കോയിന്റെയും അതിന്റെ അടിയിലുള്ള ആ പകുതിമല നിൽക്കണത്. പക്ഷെ പകുതിമല
റുക്കോയിലേക്കാണ് അടുപ്പം കുനിച്ചല്. അങ്ങനെയുള്ള കുനിച്ചലാണ് പറ്റാത്തത്. ചെറിയൊരു കുനിച്ചല് കുഴപ്പമില്ല എന്നർത്ഥം. ലാബി ഇൻഹിനായിൻ കുനിയാൻ പാടില്ല. ഇൻകാനവനാണെങ്കിൽ അക്റബ അടുത്തവനാണെങ്കിൽ ഇല അക്കല്ല് റുക്കോയി ചെറിയ റുക്കോയിലേക്ക്. എപ്പോൾ ഇല്ലം യഅ്ജിസ് അവൻ അശക്തനല്ലെങ്കിൽ അൻ തമാമിൽ ഇൻതിസാബി പൂർണമായി ചൊവ്വായി നിൽക്കലിനെ തൊട്ട് അശക്തനല്ലെങ്കിൽ. അശക്തനാണെങ്കിൽ പിന്നെ കുനിയ. ഒരാള് കുനിഞ്ഞിക്കാണ്ട് നിൽക്കാൻ കഴിയുള്ളൂ, അയാൾക്ക് നിൽക്കാൻ കഴിയൂല, നീർന്നു കിട്ടൂല. അപ്പൊ എപ്പോഴാണ് കുനിയരുത് എന്ന് പറഞ്ഞത്? റുക്കോയിലേക്ക് അടുത്ത നിലക്ക് കുനിഞ്ഞു നിൽക്കരുത് എന്ന് പറഞ്ഞാൽ ഇല്ലം യഅ്ജിസ് അവൻ അശക്തനല്ലെങ്കിൽ അൻ തമാമിൽ ഇൻതിസാബി പൂർണമായി ചൊവ്വായി നിൽക്കലിനെ തൊട്ട് അശക്തനല്ലെങ്കിൽ. അശക്തനാണെങ്കിൽ കുനിയ. വലി ആജിസിൻ അശക്തൻ കൊണ്ട് ശക്ക അലൈഹി അവന്റെ മേലിൽ പ്രയാസമായി. ശക്ക ഖിയാമുൻ എഴുന്നേറ്റ് നിൽക്കൽ പ്രയാസമായ അശക്തൻ കൊണ്ട് ലഹിക്കഹു അവൻക്ക് ചേരൽ കൊണ്ട് ബിഹി എഴുന്നേറ്റ് നിൽക്കൽ കൊണ്ട് ഖിയാമു കൊണ്ട് മശക്കത്തുൻ ലഹിക്കഹു അവനോട് ചേരും മശക്കത്തുൻ ശദീദത്തുൻ ശക്തമായ പ്രയാസം ചേരും. ഏത് സ്ഥിതിയിൽ ബിഹൈസു ലാ തുഹ്തമലു സഹിക്കപ്പെടാത്ത നിലക്കുള്ള പ്രയാസം നിന്നാലേ അവനക്ക് ഭയങ്കര പ്രയാസമാണ്. അങ്ങനെയുള്ള അശക്തൻ. അപ്പൊ അശക്തൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണത്? ലഹിക്ക് അവനോട് ചേരും ബിഹി നിൽക്കൽ കൊണ്ട്, വേറൊരാൾ മുഖേനെങ്കിലും നിൽക്കൽ കൊണ്ട് ചേരും. മശക്കത്തുൻ ശദീദത്തുൻ ശക്തമായ പ്രയാസം. യഹൈസു ലാ തുഹ്തമലു സഹിക്കപ്പെടാത്ത വിധത്തിൽ. ആദത്തൻ പതിവിൽ. വലബത്തഹൽ ഇമാമു ഇമാമുൽ ഹറമൈൻ അതിനെ കണക്കാക്കി അവൻ ആവൽ കൊണ്ട് ബിഹൈസു യദ്ഹബു മഅഹ അതോടുകൂടെ പോകുന്ന വിധത്തിലായി. ഖുശൂഉഹു യദ്ഹബുന്റെ ഫായില് ഖുശൂഉഹു അവന്റെ ഖുശൂവും ഭയഭക്തിയൊന്നും കിട്ടൂല നിന്നാല്. അന്നൽക്ക് പ്രയാസമുണ്ട്. അപ്പൊ ഇരിക്കാം. നമ്മൾ നേരത്തെ നിൽക്കണം കഴിവിന്റെ പരമാവധി. അത് മറ്റൊരാളെ എഴുന്നേൽപ്പിച്ച് കണ്ട് നിർത്താനാണെങ്കിൽ അങ്ങനെ ചെയ്യണം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതോടുകൂടെ തന്നെ നിന്നിങ്ങനെ നിന്നാല് അവൻക്ക് വളരെ പ്രയാസമുണ്ട്. സാധാരണ നിലക്ക് സഹിക്കാൻ കഴിയില്ല. ഈ സഹിക്കാത്ത പ്രയാസം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ലാ തുഹ്തമലു ആദത്തെന്നാ അവിടെ പറഞ്ഞത്. സാധാരണ നിലക്ക് സഹിക്കൂല. വളരെ പ്രയാസപ്പെട്ട് നിൽക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. നിന്നാണ് നല്ലത്, എന്നാലും അവിടെ ഇളവുണ്ട്. അങ്ങനെയുള്ള അശക്തൻ കൊണ്ട് വലി ആജിസിൻ അതാണ് മത്തിന്. അശക്തൻ കൊണ്ട് ശക്കലി ഖിയാമു നിൽക്കൽ ഈ സ്ഥിതിയിൽ പ്രയാസമായി. എങ്ങനെയുള്ള ലി ആജിസിൻ അശക്തൻ കൊണ്ട് സ്വലാത്തു ഖാഇദിൻ. അലി ആജിസിൻ എന്ന് പറഞ്ഞതിന്റെ മൂത്താണ്, അത് ഖബർ മുഖദ്ദമാണ്. സ്വലാത്തു ഖാഇദിൻ ഇരുന്നവന്റെ നിസ്കാരം. സ്വലാത്തുൻ അങ്ങനെയാണ് നിസ്കാരമാകുന്നത്. ഖാഇദൻ ഇരുന്നതായ നിലക്ക്. ഏതുപോലെ ഈ അശക്തന്റെ ഉദാഹരണം പറഞ്ഞ റാക്കിബ് സഫീനത്തിൽ കപ്പൽ യാത്രക്കാരനെ പോലെ. ഖാഫ് അവൻ ഭയന്നു. നഹ്വ ദവറാനി റഅസിൻ തല ചുറ്റലിനെ. റാക്കിബ് സഫീനത്തിൻ കപ്പൽ യാത്രക്കാരനെ പോലെ. ഖാഫ് അവൻ ഭയക്കും. നഹ്വ പോലോത്തതിനെ ദവറാനി റഅസിൻ തല ചുറ്റൽ. ഇൻകാമ എഴുന്നേറ്റ് നിന്നാൽ. തെർക്കീബൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം. എഴുന്നേറ്റ് നിന്നാൽ തല ചുറ്റും നവജീർക്ക. അപ്പൊ അശക്തനാണ്. വസലിസിൻ അശക്തൻക്ക് ഉദാഹരണം ഇതുപോലെ മൂത്രവാർച്ചക്കാരനെ പോലെ. ലാ യസ്തംസികു ഹദസുഹു അവന്റെ അശുദ്ധി സ്റ്റോപ്പാകൂല നിക്കൂല. ഇല്ലാ ബിൽ ഖുഊദി ഇരുന്നാലല്ലാതെ. ഇരുന്നാ നിൽക്കും. ഇരുന്നാലേ മൂത്രം സ്റ്റോപ്പാവും. ഇസ്തിംസാക്ക് പിടിച്ചു നിൽക്കാം. എന്നാൽ അവിടെ വസലിസിൻ മൂത്രവാർച്ചക്കാരനെ പോലെ അശക്തനാണ്, അവൻക്ക് ഇരിക്കാം. ലാ യസ്തംസികു ഹദസു അവന്റെ അശുദ്ധി പിടിച്ചു നിൽക്കൂല. ഇല്ലാ ബിൽ ഖുഊദി ഇരുന്നാലല്ലാതെ. വയൻഹനിൽ ഖാഇദു ഇരിക്കാന്ന് പറഞ്ഞു. ഇങ്ങനെ അശക്തൻ. അപ്പൊ ഇരിക്കുന്നവൻ എങ്ങനെ റുക്കൂ ചെയ്യേണ്ടത്? ഇരുന്ന് നിസ്കരിക്കുന്ന ആളെ റുക്കൂവിന്റെ രൂപ പറയുന്നത്. വയൻഹനിൽ ഖാഇദു ഇരിക്കുന്നവൻ കുനിയണം. ലിറുക്കൂഇ റുക്കൂഇന് വേണ്ടി. ബിഹൈസ് ഒരു സ്ഥിതിയിൽ. യുഹാദി നേരെ വരും. ജബഹത്ത് അവന്റെ നെറ്റി നേരെ വരുന്ന വിധത്തിൽ കുനിയണം. എന്തിനോട്? ഒന്നിനോട്. ഖുദ്ദാമ റുക്ബത്തൈഹി അവന്റെ രണ്ട് മുട്ടിൻകാലിന്റെ മുന്നിലുള്ള. അപ്പൊ റുക്കോയില് എത്ര കുനിയ? മുട്ടിൻകാലിനെക്കാട്ടി മുന്നില് നെറ്റിത്തടം നേരെ വന്നാ മതി. നെറ്റിത്തടം അങ്ങോട്ട് എത്തണം എന്നല്ല, അങ്ങോട്ട് അടുപ്പിക്കണം എന്നല്ല, ഒരു അത്രയും കുനിയണം എന്നർത്ഥം.
നേരെ വന്നാ മതി എന്ന് പറഞ്ഞാല് നെറ്റിയിൽ നിന്ന് ഒരു കല്ലിങ്ങനെ വെച്ചെടുത്താല് കല്ല് എവിടെ വീകണം? ഈ മുട്ടിൻകാലിന്റെ മുന്നിൽ വീകണം. മുട്ടിൻകാലിന്റെ അപ്പുറത്തെ മുട്ടിൻകാൽമേൽ വീണാ പോരാ, മുട്ടിൻകാലിന്റെ മുന്നിൽ വീഴുന്ന അത്ര എന്താക്കണം, തല അങ്ങോട്ട് പോകണം, അത്ര കുനിഞ്ഞാ മതി. അതിന്റെ അർത്ഥം മുട്ടിൻകാലിനോട് അടുപ്പിക്കണമെന്നല്ല പറഞ്ഞത്, നേരെ വന്നാ മതി. നേരെ വരാറിഞ്ഞാല് അടുക്കണം എന്നർത്ഥമില്ലല്ലോ. അപ്പൊ തല ഏതായാലും എന്താകണം, മുട്ടിൻകാലിന്റെ അപ്പുറത്തേക്ക് നേരെ വരുന്ന വിധത്തിൽ കുനിയണം. ഒന്നുകൂടി വായിച്ചു നോക്കർത്ഥം. യൻഹനിൽ ഖായിദു, ഇരിക്കുന്ന ആള് കുനിയണം, ലിറുക്കോയ്, റുക്കോയിന് വേണ്ടി, ബിഹൈസ്, ഒരു സ്ഥിതിയില്ല, യുഹാദി, നേരെ വരും, ജബുഹത്തു, അവന്റെ നെറ്റിത്തടം, എന്തിനോടുമാ, ഒന്നിനോട്, ഖുദ്ദാമ, മുന്നിൽ, റുക്ബത്തൈഹി, അവന്റെ മുട്ടിൻകാലിനോട്. ഫറോൻ, ഇതൊരു ഫറ ആണ്. കാല ശൈഖുന, നമ്മുടെ ഉസ്താദ് പറഞ്ഞു, യജൂസോ, ജായിസാനിലി മരീലിൻ, രോഗിക്ക്, ഇത് അക്കല്ല് റുക്കോയിന്റെ രൂപാട്ട, ഏറ്റവും ചുരുങ്ങിയ റുക്കോയിന്റെ രൂപ. ഇങ്ങനെങ്കിലും റുക്കോയിൽ കുനിയാതിരുന്നാല് നിസ്കാരം ബാത്തിലായിരുന്നു നിസ്കരിക്കുന്നവൻ. പൂർണ്ണ റുക്കോയിന്റെ രൂപം വേറെയാണ്. പൂർണ്ണ റുക്കോ ആണെങ്കിൽ സുജൂദിനോട് നേരെ വരുന്ന നിലക്ക്, നെറ്റിത്തടം സുജൂദിനോട് നേരെ വരുന്ന നിലക്ക് കുനിയണം എന്നാ പറഞ്ഞിട്ടുണ്ട്. ഇത് ചുരുങ്ങിയ റുക്കോയിന്റെ രൂപം മനസ്സിലാക്കണം. അപ്പൊ പൂർണ്ണ റുക്കോ തന്നെ ചെയ്യാൻ നല്ലത്, ഒന്നും കൂടി അങ്ങോട്ട് തല സുജൂദിന് നേരെ വരുന്ന നിലക്ക് കുനിയ. സുജൂദ് ചെയ്യണമെന്നല്ല, അത് വേറെ സുജൂദ് വേറെ വരുന്നത്. റുക്കുവിനെ പറ്റി പറഞ്ഞത് പറഞ്ഞതൊരു ഉപ ഹെഡിങ് ആണ്. കാല ഷെയ്ഖുന പറഞ്ഞു, നമ്മളെ ഉസ്താദ് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു, യജൂസു ജായിസാനിൽ മരീലെ, രോഗി അംകനഹുൽ ഖിയാമു, അവൻക്ക് നിൽക്കൽ സാധിക്കും, ഇലാ മശഖത്തിൻ, പ്രയാസമില്ലാതെ. എപ്പോൾ നിൽക്കില്ല? വിംഫറദ, ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ പ്രയാസമൊന്നും ഇല്ലാതെ നിന്ന് നിസ്കരിക്കുക. കാരണം വേഗം നിസ്കരിക്കല്ല, ഇമാമിനെ കാത്തിക്കണ്ട. ലാ ഇൻ സ്വല്ലാ ഫീ ജമാഅത്തിൻ, അവൻ ജമാഅത്തായിട്ട് നിസ്കരിച്ചാലല്ല. അപ്പൊ അവിടെ എന്താക്കേണ്ടി വരും? ഇരിക്കേണ്ടി വരും. ജമാഅത്തായിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ. ഒറ്റയ്ക്ക് നിസ്കരിച്ചാലും നിന്ന് നിസ്കരിക്കാം. അങ്ങനെയുള്ള രോഗി ഇല്ലാമാ ജുലൂസിൻ, ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ ഇരുന്നാലല്ലാതെ പറ്റണില്ല. ഒന്നുകൂടി പറയാം. ഇജൂസു ജായിസാനിൽ മരീലിൻ, രോഗിക്ക് അംകനഹു, അവൻക്ക് സാധിക്കൽ, ഖിയാമു, നിൽക്കൽ, ബില മശക്കത്തിൻ, ഒരു പ്രയാസം ഉണ്ടാവൂല, ലവിൻ ഫറദ, ഒറ്റക്കാണ് നിസ്കരിക്കുന്നതെങ്കിൽ, ലായിൻ സ്വല്ലാ ഫീ ജമാഅത്തിൻ, ജമാഅത്തായ നിലക്ക് നിസ്കരിച്ചാലല്ല. അവിടെ ഇല്ലാമാ ജുലൂസിൻ വിവാദിഹ, അപ്പോൾ ആ നിസ്കാരത്തിന്റെ ചില ഭാഗത്ത് ഇരിക്കലോട് കൂടെ അല്ലാതെ കഴിയൂല ജമാഅത്തായിട്ട് നിസ്കരിച്ചാല്. എന്നാൽ യജൂസുന്റെ ഫായിലോടെ അങ്ങനെയുള്ള രോഗിക്ക് ജായിസാണ്, അസ്സലാത്തു മഅഹും, യജൂസു സ്വലാത്തു മഅഹും, ആ ജമാഅത്തിന്റെ കൂടെ ഇരുന്ന് നിസ്കരിക്കൽ ജായിസാണ്. മഅൽ ജുലൂസി, അസ്സലാത്തു മഅഹും, ജമാഅത്തിന്റെ കൂടെ നിസ്കരിക്കാം, മഅൽ ജുലൂസി, ഇരിക്കലോട് കൂടെ, ഫീ ബഅദിഹാ, നിസ്കാരത്തിന്റെ ചില ഭാഗത്ത്. അവിടെ ശ്രേഷ്ഠത ആണെങ്കിലും ശരി, അൽ ഇൻഫിറാദ, ഒറ്റക്ക് ആയിട്ട് നിസ്കരിക്കലാണെങ്കിലും ശരി, ഒറ്റക്ക് നിസ്കരിക്കലാണ് ഏറ്റവും അഫ്ളൽ, ജമാഅത്തിൽ കൂടണ്ട. ഇനി മറ്റൊരു രൂപം. അപ്പൊ അങ്ങനെയുള്ള ഘട്ടത്തിൽ എന്താക്കായിരുന്നു? നിസ്കരിക്കോ. വകദാ, ഇതുപോലെയാണ്, ഒരാള് ഫാത്തിഹ മാത്രം ഓതി നിസ്കരിക്കുകയാണെങ്കിൽ യഖൂദി, ഇരിക്കേണ്ടി വരൂല. സൂറത്തും കൂടെ ഓതിയാല്, ഔ എന്ന് പറഞ്ഞാൽ പിന്നെ വസൂറത്ത് അറിഞ്ഞു, ഔ അല്ലെങ്കിൽ വസൂറത്താണ്, ഫാത്തിഹയും സൂറത്തും കൂടി ഓതിയാൽ, രണ്ടും കൂടി ഓതിയാൽ ഖഅദ ഫീഹ, ഇരിക്കേണ്ടി വരും. ഫാത്തിഹ മാത്രം ഓതുകയാണെങ്കിൽ നിന്ന് നിസ്കരിക്കും, സൂറത്തും കൂടി ഓതിയാൽ ഇരിക്കേണ്ടി വരും. എന്ത് ചെയ്യും? ജാസലഹു, അവൻക്ക് ജായിസാണ്, ഖിറാഅത്തുഹ, സൂറത്തിനെ ഓതല്, മഅൽ ഖുഊദി, ഇരിക്കലോട് കൂടെ. വഇൻ കാനൽ അഫ്ളലു, ശ്രേഷ്ഠതയാണെങ്കിലും ശരി, തർക്കഹ, സൂറത്ത് ഒഴിവാക്കൽ, അവിടെയും ഇരുന്ന് നിന്ന് നിസ്കരിക്കുക, ഫാത്തിഹ മാത്രം ഓതിയിട്ട്. ഇന്ദഹ, ശൈഖുന പറഞ്ഞ കാര്യം കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് ഇരിക്കേണ്ടത് എന്നാണ് പറയുന്നത്. വല്ലഫ്ളലോ, ഏറ്റവും ശ്രേഷ്ഠമാതിലിൽ ഖായിദി, ഇരുന്ന് നിസ്കരിക്കുന്നവന്, അൽ ഇഫ്തിറാശു, ഇഫ്തിറാശിന്റെ ഇരുത്തമാണ്, ഒന്നാമത്തെ യാത്തിൽ ഇരിക്കുന്നത് പോലെ ഇരിക്കുക.
തുമ്മ തറബു, പിന്നെ തറബു ആണ്, അതായത് ചമ്മരം പടിഞ്ഞിരിക്കാന്ന് പറയും. 4 ചതുരത്തിലിരിക്കുക, അതായത് ചോറുന്നാനൊക്കെ ചിലരിക്കണ ഇരുത്തോ. ചന്തിമലിരിക്കും, 2 കാല് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി പിടിച്ച് കണ്ട് തറബു. ആ തറബുവിന്റെ ഇരുത്താണ് രണ്ടാമത്. തുമ്മ തവർറുകൂ, തറബു പറഞ്ഞ ചന്തിമ ഇരിക്കുക, വലത്തെ കാല് ഇടത്തെ കാലിന്റെ തൊടയുടെ താഴേക്കും, ഇടത്തെ കാല് വലത്തെ കാലിന്റെ തൊടയുടെ താഴേക്കും ഇടുക. ഏതായിരിക്കട്ടെ. തുമ്മ തവർറുക്ക്, പിന്നെ 3-ാം സ്ഥാനത്താണ് തവർറുക്കിന്റെ ഇരുത്താം, അതായത് അവസാനത്തെ തഹ്യാത്തിന്റെ ഇരുത്തം 3-ാം സ്ഥാനത്താണ് ഇരുന്ന് നിസ്കരിക്കുമ്പോ. ഇനിയിപ്പോ നമ്മൾ പറഞ്ഞു നിൽക്കാൻ കഴിയാത്ത ആള് ഫർദ് നിസ്കാരം ഇരിക്കണം. ഫൈനജസ, ഒരാൾ അശക്തനായാൽ അനിസ്വലാത്തി, നിസ്കരിക്കലിനെ തൊട്ട് കായിദൻ, ഇരുന്നതായ നിലക്ക് നിസ്കരിക്കാൻ കഴിയില്ല. അശക്തനായാൽ സ്വല്ലാൻ നിസ്കരിക്കണം. മുൽത്തജിഅൻ, ചെരിഞ്ഞു കിടന്നതായിട്ട്, അല ജംബിൻ, ഒരു സൈഡിന്റെ മേലിൽ ചെരിഞ്ഞു കിടക്കുക, മലന്നല്ല. മുസ്തഖ്ബിലൽ ഖിബലത്തി, ഖിബലക്ക് മുന്നിട്ടതായ നിലക്ക്. എന്തുകൊണ്ട്? ബിവജി, അവന്റെ മുഖം കൊണ്ട്. അപ്പൊ ചെരിഞ്ഞു കിടക്കുമ്പോ ഖിബലക്ക് മുന്നിടൽ എന്തുകൊണ്ടാ? മുഖം കൊണ്ടും ശരീരത്തിന്റെ മുൻഭാഗം കൊണ്ടും. അപ്പൊ ഇരിക്കാൻ കഴിയാത്ത ആള് മലർന്നല്ല കിടക്കേണ്ടത്, ചെരിഞ്ഞാണ് കിടക്കേണ്ടത്. വലത്തെ ഭാഗത്തിന്റെ മേലിൽ ചെറിയ നല്ലത്. വൈക്കുറവ് കറാഹത്താക്കപ്പെടലിൽ ജംബില്ലൈസിരി, ഇടത് ഭാഗത്തിന്റെ മേലിൽ ചെറിയല് ബിലാ ഉദരിൻ, കാരണമില്ലെങ്കിൽ. വലത്തെ ഭാഗത്തിന് മേൽ കയ്യൂലെങ്കിൽ പിന്നെന്തയ്യാ? ഫമുസ്തൽഖിയൻ, ചെരിഞ്ഞു കിടക്കാൻ കഴിയൂലെങ്കിൽ ഫമുസ്തൽഖിയൻ, പിന്നെ മലർന്നതായ നിലക്കാണ് കിടന്ന് നിസ്കരിക്കുക. അലാ ലഗിരി, അവന്റെ പുറത്തിന്റെ മേലിൽ, അവന്റെ മുതുകിന്റെ മേലിൽ മലർന്ന് കിടന്നിട്ട്. അപ്പൊ കിബിലക്കെന്താ മുന്നിടല്? മലർന്ന് കിടക്കുമ്പോ അഹ്മസാഹു, അവന്റെ 2 കാൽപാദങ്ങളാകുന്നത്, കാൽപാദത്തിന്റെ ഉള്ള്, അഹ്മസാറിന ഉള്ളംകാല്, അവന്റെ 2 ഉള്ളംകാലുകള് പാദത്തിന്റെ ഉൾഭാഗങ്ങള് കിബിലത്തി, കിബിലയിലേക്ക് മുന്നിടും. അപ്പൊ തല നമ്മളെ നാട്ടിൽ കേക്കോട്ടായിരിക്കും, വെക്ക കാല് പടിഞ്ഞാറ് ഭാഗത്തും. വയജബു, അപ്പൊ ഉള്ളംകാല് കിബിലക്ക് നേരെ. വയജബു, പിന്നെ നിർബന്ധാണ് അല്ലാ വെക്കല് തഹത്ത റഹസ്യ, അവന്റെ തലയുടെ തായ നഹവ മീഖദ്ദത്തിൻ, തലയിണ പോലത്തത്. തലയിണ വെക്കൽ നിർബന്ധ, സുന്നത്തല്ല. ലിയസ്തഖ്ബില, അവൻ മുന്നിടാൻ വേണ്ടി, അവന്റെ മുഖം കൊണ്ട് കിബിലത്താ, കിബിലയിലേക്ക്. അപ്പൊ റുക്കോ സുജൂദ് എങ്ങനെ ചെയ്യും? ഇരിക്കാനൊന്നും കഴിയൂല, ഇരുന്നിട്ട് റുക്കോ സുജൂദ് ചെയ്യാൻ കഴിയൂല. അങ്ങനെ യൂമി, അവൻ ആംഗ്യം കാണി. അപ്പൊ ഇവിടെ കിബിലക്ക് മുന്നിടേണ്ട എന്തുകൊണ്ടാ? തല കൊണ്ട് തലയിണ വെച്ചിട്ട്, അതുപോലെ കാൽപാദത്തിന്റെ ഉള്ളം, അത് രണ്ടും കിബിലക്ക് മുന്നിടണം. ചെരിഞ്ഞു കിടക്കുന്ന ആളെ മുഖം കൊണ്ടും ശരീരത്തിന്റെ മുൻഭാഗം കൊണ്ടും. ഇനി റുക്കു എങ്ങനെ ചെയ്യും? ആ യൂമി, ആംഗ്യം കാണിക്കണം. ഇലാ സൗബിൽ കിബിലത്തി, കിബിലയുടെ ഭാഗത്തേക്ക് റാക്കിയാൻ റുക്കു ചെയ്താ നിൽക്കും. സാജിദും, സുജൂദ് ചെയ്താ നിൽക്കും. വബി സുജൂദി, സുജൂദ് കൊണ്ട് ആംഗ്യം അഖ്ഫദു, ഏറ്റവും താഴ്ത്തണം, തല താഴ്ത്ത. മിനൽ ഈമാ, ഈ ആംഗ്യത്തെക്കാൾ ഇല റുക്കോ, റുക്കോയിലേക്കുള്ള. എപ്പോഴാണ് ഇങ്ങനെ തല കൊണ്ട് ആംഗ്യം കാണിക്കുന്നത്? ഇൻ അജസ അൻഹുമാ, ശരിയായ നിലക്ക് ചെയ്യാൻ അശക്തനാണെങ്കിൽ. വാനിക്ക റുക്കോയിലും സുജൂദിനും വില ഇരുന്ന് കണയും ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം. അശക്തനാണെങ്കിൽ ഒരാൾ അശക്തനായി അനിൽ ഈമായി തല കൊണ്ട് ആംഗ്യം കാട്ടാനും കഴിയാത്ത ഒരാളാണെങ്കിലോ? അങ്ങനെ ഉണ്ടോ? അത്രയും വയ്യാതെ തല പോലെ അളക്കാൻ കഴിയണില്ല, എന്നാലും നിസ്കരിക്കണം. മൗമ, അവൻ ആംഗ്യം കാണിക്കണം. അജുഫാനി, അവന്റെ കൺപോളകളെ കൊണ്ട്. കൺപോള ഇളക്കി കാണ്ട് ഇങ്ങനെ റുക്കോയും സുജൂദും ചെയ്യണോ? എന്നാലും നിസ്കാരം ഒഴിവാകുന്ന പ്രശ്നമില്ല. അല്ലാഹ് അവൻ അശക്തനായാൽ അജറവൻ നടത്തണം. ഫാലസ്വലാത്തി, നിസ്കാരത്തിന്റെ പ്രവർത്തികളെ. അല കൽബിഹി, കൺപോളി ആംഗ്യം കാട്ടാൻ കഴിയുന്നില്ല, പിന്നെ ബോധമുണ്ട്, പക്ഷെ കൺപോള പോലെ ഇളക്കാൻ കഴിയില്ല. ഫൈൻ അജസ, കൺപോള അശക്തനായ അജറവൻ നടത്തണം. ഫാലസ്വലാത്തി, നിസ്കാരത്തിന്റെ പ്രവൃത്തി. അല കൽബിഹി, അവന്റെ ഹൃദയത്തിന്റെ മേൽ നടത്തണം. കൽബിന്റെ മേലെങ്കിലും നിസ്കരിക്കണോ? ഫലാ തസ്ഖുതു അൻഹു സ്വലാത്ത്, അപ്പൊ അവൻക്ക് നിസ്കാരം ഒഴിവാകൂല. മാദാമ ഖുലുഹു സാബിത്ത, അവന്റെ ബുദ്ധി സ്ഥിരത ഉണ്ടാകുമ്പോൾ. ഇവിടെ ഒരു ചോദ്യമുണ്ട്. എന്തേ? അപ്പൊ നിസ്കാരം അത്രയും ഗൗരവമാണ്. ഇതൊക്കെ നിർബന്ധ, സുന്നത്തുകളല്ല പറയുന്നത്. ചിലർ വിചാരിച്ചുക്കണം എന്ന് നിസ്കരിക്കണ്ടെന്ന്.
അങ്ങനല്ല, അസുഖമായാലും നിസ്കരിക്കണം. ഇന്ന് ആരും നിസ്കരിക്കലില്ല, ആ കോലത്തിലാ. ഇവിടെ നമ്മൾ ഫർളുകൾ പറഞ്ഞപ്പോ നൃത്തത്തെ മൂന്നാമത്തെ ഫർളായിട്ട് തന്നെ നിയ്യത്തും തക്ബീറത്തുൽ ഇഹ്റാമും. ഇവിടെ ആദ്യം നമ്മൾ നിക്കലല്ലേ, അങ്ങോട്ടല്ലേ നിയ്യത്തക്കല്. ഇന്നമാ അഖറുൽ ഖിയാമ, നൃത്തത്തെ പണ്ഡിതന്മാർ പിന്തിച്ചു പറഞ്ഞു. മൂന്നാമതായി പറഞ്ഞു സാബിഖൈഹി, അതിന്റെ ആദ്യം പറഞ്ഞ രണ്ടെണ്ണത്തിനേക്കാളും പിന്തിച്ചു പറഞ്ഞു നിയ്യത്തും തക്ബീറിനെ കാട്ടി. മാ തഖദ്ദും, ഈ നൃത്തം മുന്തലോട് കൂടെ, അലൈഹിമാ, ആ രണ്ടിനേക്കാൾ. എന്തുകൊണ്ട്? ലിഅന്നഹുമാ, കാരണം നൃത്തം എന്ന് പറയുന്നത് റുക്നാനി, അത് രണ്ട് റുക്നുകളാണ്, ഫർളുകളാണ്. ഹത്താ ഫിന്നഫ്ലി, ലിഅന്നഹുമാ, കാരണം ഈ തക്ബീർ നിയ്യത്ത് എന്ന് പറയുന്നത് റുക്നാനി, അത് റുക്നുകളാണ്. ഹത്താ ഫിന്നഫ്ലി, സുന്നത്ത് നിസ്കാരത്തിൽ വരെ. വഹുവ, ഈ നൃത്തം എന്ന് പറയുന്ന റുക്ന, അത് റുക്നാണ്. ഫിൽ ഫരീലത്തി ഫഖത്ത്, ഫർള് നിസ്കാരത്തിൽ മാത്രം. സുന്നത്ത് നിസ്കാരം ഇരുന്ന് നിസ്കരിക്കാം ഇൻഷാ അല്ലാഹ്. അതാണ് ഈ പറയുന്നത്. അടുത്ത കമുത്തനഫിലിൻ, സുന്നത്ത് നിസ്കാരം ഇരുന്ന് നിസ്കരിക്കാവുന്നതാണ്. ഫയജൂസു ലഹു, അവനക്ക് ജായിസാണ് യുസല്ലി നഫില, സുന്നത്ത് നിസ്കാരം നിസ്കരിക്കല് കായിദൻ, ഇരുന്നു കൊണ്ട് നിസ്കരിക്കുക സുന്നത്ത് നിസ്കാരം. ഔ മുൽത്തജിൻ, ചെരിഞ്ഞു കിടന്നുകൊണ്ട് സുന്നത്ത് നിസ്കരിക്കുക. മാൽ ഖുദ്റത്തി അലൽ ഖിയാമി, നിൽക്കാന് കഴിവുണ്ടെങ്കിലും. ഔ അലൽ ഖുഊദി, ഇരിക്കാന് കഴിവുണ്ടെങ്കിലും. പക്ഷെ അപ്പൊ സുന്നത്ത് നിസ്കാരം ഇരുന്ന് നിസ്കരിക്കുക, കിടന്ന് നിസ്കരിക്കുക, ചെരിഞ്ഞു കിടന്ന്, മലന്നിരുന്നല്ല. വയൽസമൽ മുൽത്തജ, പക്ഷെ ചെരിഞ്ഞു കിടക്കുന്നാക്ക് നിർബന്ധമാണ് അൽ ഖുഊദ്, ഇരിക്കലിൽ. റുക്കോഇ വസുജൂദ്, റുക്കോയിന് സുജൂദിന് വേണ്ടി. കിടന്ന് നിസ്കരിക്കാൻ റുക്കോയ സുജൂദിന്റെ സമയത്ത് ഇരിക്കണം. അമ്മ മുസ്തൽക്ക്, അപ്പം മലന്ന് കിടന്നുകൊണ്ട്. ഫലാ യസിഹു, അത് സ്വയ്യല്ല. മാ ഇൻകാനിൽ തീയായി ചെരിഞ്ഞു കിടക്കാൻ സാധിക്കുമ്പോൾ. ഇനി മറ്റൊരു വിഷയം പറയാണ്. ഫിൽ മജ്മുഇ, ശറഹ് മദ്ഹബിലുണ്ട് ഇമാമിന്റെ. എന്ത്? താലത്തുൽ ഖിയാമി, ഖിയാമിനെ നീട്ടലാവും. അഫ്ളലു, അത് അഫ്ളലാണ്. മിൻ തക്സീർ റക്അത്ത്, റക്അത്ത് വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ. അത് മറ്റൊരു വിഷയം. നൃത്തം നീട്ടലാണോ, ഒരു 10 റക്അത്ത് നിസ്കരിക്കലാണോ, അല്ലെങ്കിൽ 2 റക്അത്ത് ഖുർആനൊക്കെ കുറെ ഓതിക്കാൻ നിസ്കരിക്കലാണോ നല്ലത്? മജ്മുഇലുണ്ട് താലത്തുൽ ഖിയാമി അഫ്ളലു മിൻ തക്സീർ റക്അത്തി, ഖിയാമിനെ നീട്ടല് ആണ് അഫ്ളല് റക്അത്ത് കൂട്ടുന്നതിനെക്കാട്ടി. വഫിർ റൗലത്തി, റൗലയിലുണ്ട് തത്വീലു സുജൂദി, സുജൂദിനെ നീട്ടല് അഫ്ളലു മിൻ തത്വീൽ റുക്കോയി, റുക്കോയിനെ നീട്ടുന്നതിനെക്കാട്ടി അഫ്ളലാണ്. ഇൻഷാ അല്ലാഹ് കുറച്ച് നീണ്ടു, ശ്രദ്ധിക്കാം. അസ്സലാമു അലൈക്കും.